ഇതുവഴി വണ്ടി കയറുമോ സംശയമാണ്. ഡ്രൈവറിൽ നമുക്ക് 80% വിശ്വാസമുണ്ട്. അത്രയും വിശ്വാസമുണ്ട് എനിക്ക്. അത്ര 20% ദൈവവും. ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ട്രാവൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ പുന്നയാർ വെള്ളച്ചാട്ടം വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളെല്ലാം കാണാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്ക് വ്ളോഗിന് പോണേ. നമ്മൾ പോവുകയാണ്. നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. സലേഷ് ഞങ്ങളുടെ പ്രോ റൈഡർ. തിരിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാൻ വരുന്നു. ആണോ നനയും. അപ്പോൾ പപ്പ വന്നിട്ട് വേണ്ട. എങ്ങനെ മനസ്സിലാവും ഞാൻ കേസ് കണ്ണൻ സെറമണി അവലാട്ട് ഞങ്ങൾക്ക് 5 രൂപ മരണം പോകും. അമ്മയ്ക്ക് ഒരമ്മയ്ക്ക് മനസ്സിലാക്കി രാത്രി പെരുമ്പഴയത്ത് ഞങ്ങൾ അടുക്കളയെന്നെല്ലാം പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഗൈസ്. ഇവിടെ പാറുണ്ട് ഗൈസ്, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സോറി ഗൈസ്, ഫുൾ കോടയാണ് ഗൈസ്. ഒന്നും പറയല്ല ഗൈസ്. പക്ഷെ മരങ്ങൾക്കിടയിൽ കോട പെട്ടുപോയി ഗൈസ്, കാണാൻ പറ്റുന്നില്ല ഗൈസ്. യേശുക്രിസ്തു ഗൈസ്, അല്ല സോറി ഗൈസ്, മാതാവ് ഗൈസ്. ഇവിടെ ഇത് ഹോം സ്റ്റേ ആണ് ഗൈസ്. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. കാടിന് നടക്കാണ് ഗൈസ് ഞങ്ങൾ. പക്ഷെ കണ്ട് നമുക്ക് ആരോട്ട് അറിയുന്നില്ല ഗൈസ്. കൊട ഗൈസ്, കൊട മൊത്തം കൊട. ഗൈസ് ഇത് അടിപൊളി ഒരു സ്പോട്ടാണ് ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട് ഗൈസ്. വലിയൊരു മലയാണ് ഗൈസ്. ഞങ്ങളുടെ കുടികളെയും ഞങ്ങളെല്ലാം പറഞ്ഞത് ഗൈസ്. പക്ഷെ അളി പറഞ്ഞത് കിട്ടുന്നില്ല ഗൈസ്, അത്രേ ഉള്ളൂ. സോ ഗൈസ് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെയാണ് ഗൈസ് പോകുന്നത്. അളിയൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇത് കഴിയുമ്പോൾ ഒരു അതിമനോഹരമായ കാട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നതെന്ന്. ഞങ്ങൾ കാടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. കണ്ടോ ഗൈസ്, അവിടെയൊക്കെ കോടയാണ് ഗൈസ്. ഞങ്ങളുടെ ഇവിടെയും കോടയാണ് ഗൈസ്. പക്ഷേ കാണാൻ പറ്റാത്തതാണ് ഗൈസ്. നോക്ക് ഗൈസ്, നോക്ക് ഗൈസ്, നോക്ക് ഗൈസ്, മൊത്തം കോടയാണ് ഗൈസ്. എടാ മോനെ വീട് പോലും കാണാനില്ലടാ, മൊത്തം കാണാം. അതെവിടെ ഒരു പെട്ടിക്കട ഗൈസ്. അതായത് കുട്ടാ മൊത്തം മഞ്ഞാണ് ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ കൊല്ലത്തുനിന്നാണ് ഗൈസ് വരുന്നത്. കൊല്ലത്ത് ഇങ്ങനത്തെ കോടകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. പക്ഷെ കൊല്ലത്ത് കോടയുണ്ട് ഗൈസ്. പക്ഷെ ഇങ്ങനത്തെ കോടകൾ ഞാൻ കൊല്ലത്ത് കണ്ടിട്ടില്ല ഗൈസ്. അത് നിങ്ങൾ നോക്കാൻ പോണോണ്ടല്ലേ. എടാ മൂനി ഗൈസ്, ഞങ്ങള് ഉണ്ണി ഗൈസ്. തിരിഞ്ഞെങ്ങനെ അറിയണേ ഗൈസ്? നമ്മൾ വഴി തിരിഞ്ഞു ഗൈസ്. നമ്മൾ നേരെ കാട്ടിലേക്ക് കയറാണ് ഗൈസ്. അതിന് ഇൻഡിക്കേറ്റർ കിട്ടണ്ടോ? നമ്മൾ സ്ട്രെയിറ്റ് റോട്ടിന് നേരെ ഒരു ഇടവഴി കയറി പൊക്കത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 മലയുടെ മുകളിലത്തെ മലയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അടിക്കോട് വെള്ളച്ചാട്ടം, കോടമഞ്ഞും പ്രകൃതി രമണീയമായ നമ്മുടെ ഇടുക്കിയുടെ കറക്റ്റ്
സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഞാൻ ഇട്ട വ്ളോഗിനേക്കാൾ ഒരു വെറൈറ്റി ആയിരിക്കും നിങ്ങൾ കാണുന്നവർക്ക്. എന്തായാലും നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ. ചിലപ്പോ ആനയൊക്കെ കാണും, ചിലപ്പോ മഞ്ഞൊക്കെ ആയാലേ ആന വരുമെന്നാണ് ഗൈസ് പറയുന്നത്. ഓഫർ റോഡാണ്. ആനേനെ ചിലപ്പം കാണുള്ളൂ. ഗൈസ് ഞങ്ങള് ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡാണ് പോകുന്നത് ഗൈസ്. വഴികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു രക്ഷയില്ല ഗൈസ്, മൊത്തം കോട ചെയ്തിട്ട് കിടക്കാം ഗൈസ്. ഈ വഴിയുണ്ടല്ലോ കൂട്ടുകാരി നടിപ്പുള്ള പേര്. ഈ വഴി ഇതൊരു റിസോർട്ടാണ് ഗൈസ്. ഇതൊരു അടിപൊളി റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. കിട്ടുന്ന സാധനം ബിഗിനിങ് ആണ്, തുടങ്ങുന്നതേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ സംഭവം ഗൈസ്. മഴ അടിപൊളിയായിട്ട് സ്പോട്ടുമാണ്, അതിന് പറ്റിയ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ വന്ന കറക്റ്റ് ലൊക്കേഷൻ നിങ്ങളെല്ലാം അറിയാൻ പറ്റും. ഞങ്ങള് ലൊക്കേഷൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഫുൾ ഓഫ് റോഡാണ്. നമുക്കൊരു അടിപൊളി ടാർക്ക് ഇട്ടിട്ടാണെങ്കിൽ അടിച്ച് പൊളിച്ച് ചില്ലടിച്ചിട്ട് പോവാ. കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. കേറിപ്പോടി കേറിപ്പോടി. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്താണെന്നറിയോ, നേരിട്ട് കാണുന്ന അത്രയും മഞ്ഞും കാര്യങ്ങളൊന്നും ആ ആ എടുത്തടി അത്. അതാരെ വിളിച്ച ഇതിൻ്റെ താഴെ വീടുകളുണ്ടോ? പിന്നെ ഇതൊക്കെ കൃഷിയിടങ്ങളാണ്, കൃഷിയിടങ്ങളും വീടുകളും ഒക്കെയാ. നമ്മളവർക്ക് ഈ പാറ എന്നാ കൃഷി ചെയ്യുന്നതെന്ന്, പക്ഷെ ഈ പാറയും കൊണ്ടൊക്കെ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങൾ പറയരുത്. ആദ്യം വഴിക്ക് ക്ലാസ് തുറക്കണം, വേണ്ട ക്ലാസ് തുറക്കണം. പുറത്തേക്ക് ഫോണിൽ എൻ്റെ ഒന്ന് വെള്ളത്തിൽ കളയാൻ അറിയുമോ?
താഴെ പോയിട്ട് ഞാൻ ഇത്രയും ആഴത്തിലേക്ക് കൈ ഇട്ടിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അതിനകത്ത് പോകണം എവിടെയാണ്? ഫ്രണ്ടിലിരിക്കുന്ന മറ്റേ ആ കറുത്ത കേസിലെ നിറച്ച് വെള്ളമുണ്ടായിരുന്നു. പക്ഷെ അതിന് വിച്ച് കണ്ടില്ലേ എന്നൊരു സംശയം. താഴത്തേക്ക് ഇറങ്ങാം. ഉൾഭാഗത്തിൽ കൂടെ പോണേ. വഴിയില്ല കൈ. ഉണ്ണി പറഞ്ഞ ഡയലോഗല്ലേ ഇത്? ഒരു കല്ലേന്ന് ഒരു കല്ലയിലേക്ക് വണ്ടി എടുത്ത് വെക്കാനാണ് അവർ പറയണേന്ന്. ഞാൻ പിന്നെ എങ്ങനെ വണ്ടി പിടിക്കാൻ? അവനെ ഈസ കൊണ്ടിട്ടിട്ട് പറയാ ഒരു കല്ലില്ലെന്ന് ഒരു കല്ലയിലേക്ക് എടുത്ത് വെക്കാൻ. നിറച്ച് റോഡും വെച്ചു. വീട് പിടിക്കണ്ടോ? പിടിക്കണോ? ജീവിച്ച് പൊക്കോട്ടണോ? മലയിഞ്ചി ഇതൊക്കെ ഇത് കൃഷി ചെയ്തേക്കണോ ഇത്? ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് മുഴലൊക്കെ ഉണ്ടായിരുന്നു. കൃഷി ചെയ്തേക്കണ അതൊക്കെ ആൾക്കാരുടെ പറമ്പാണ്. ഇത് വഴിയുണ്ടോ ശരിക്കും ഇങ്ങോട്ട്? വഴിയില്ല ഗൈസ്. നമ്മൾ വഴി തെറ്റിയോ? ചെറുതായിട്ട് വഴി തെറ്റിയത് സംശയം. ഒരു ഗൈസ് വഴിയില്ല ഗൈസ്. നമ്മളിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിൽക്കാണ് ഇനി തീരുവാണ് ഗൈസ്. പണ്ട് കുഞ്ഞിന്റെ എരുവങ്കലം കാലം കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ ഇവിടെ കൊണ്ട് ഭൂമി തിരിച്ചു പോയാ. എരുവപ്പുല്ലല്ലേ? കിട്ടി ഗൈസ് ഒരെണ്ണം. ചെറിയ മഴയൊക്കെ പക്ഷെ ഒരു വക കാണത്തില്ലാത്ത അവസ്ഥയല്ലേ. ഇവിടെയാണ് ഏറ്റവും ഇതിന്റെ മെച്ചപ്പെട്ട സ്ഥലം. ഗൈസ് വണ്ടി ഓഫാണ് ഗൈസ്. എന്റെ മോനെ വിഷയം നിക്ക. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മഴയാ. പക്ഷെ എന്റെ മോൻ വാട്ടർ പ്രൂഫ് അല്ലല്ലേ? ഇത് വീഡിയോയാടാ. അവിടെ തണുപ്പല്ലേ?